എന്നോട് സംസാരിക്കാറില്ലായിരുന്നു നമുക്ക് ആ സമയത്ത്. അല്ല, അത് കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെ മിണ്ടാറൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. പക്ഷെ അവര് അടുപ്പൊന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞതിന് ശേഷം വെറുതെ എന്റെ കയ്യെ പിടിച്ചു പുള്ളി. പിടിച്ചിട്ട് പറഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലെ, ഞാൻ അറിയുന്നുണ്ടല്ലോ, നന്നായിരിക്കട്ടെ. നമ്മുടെ മമ്മൂക്കയുടെ എവർഗ്രീൻ സിനിമയായിട്ടുള്ള കോട്ടയം കുഞ്ഞച്ചൻ ആരും മറക്കാൻ സാധ്യതയില്ല അല്ലെ. അത്രത്തോളം നമുക്കൊരു ഹാപ്പി മൂഡ് നൽകുന്ന ഒരു സിനിമ ആയിരുന്നു അത് എന്നുള്ളതാണ്. എപ്പം കണ്ടാലും ഭയങ്കര സന്തോഷമാണ് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അല്ലെ. എന്നിരുന്നാലും ആ സിനിമയില് സൂസി എന്ന കഥാപാത്രം അവതരിപ്പിച്ച നടിയെ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും. ആ സിനിമ കണ്ട പലരുടെയും മനസ്സിൽ പതിഞ്ഞ അന്നത്തെ കാലത്ത് ഒരു സുന്ദരിയായിരുന്നു അത് അല്ലെ. ശരിക്കും ആ കഥാപാത്രം അവതരിപ്പിച്ച നടിയുടെ പേര് ഉഷ എന്നുള്ളതാണ്. 90കളിലാണ് ആ സിനിമ ഇറങ്ങുന്നത് അല്ലെ. അന്നത്തെ വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ആ സിനിമയുമായി ബന്ധപ്പെട്ട് വൻ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ ഡയറക്ടർ ആയിട്ടുള്ള സുരേഷ് ബാബുവും നടിയായിട്ടുള്ള ഈ പറഞ്ഞ ഉഷയും തമ്മിൽ ഒളിച്ചോടുകയും അവർ തമ്മിൽ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കൊക്കെ അതിൽ ഇടപെട്ട് രണ്ടാളെയും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഒരു വൻ ഗോസിപ്പായിരുന്നു. ശരിക്കും ഉഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആയിരുന്നു. പിന്നീട് സുരേഷ് ബാബുവിനെ കെട്ടിയതിനു ശേഷം പേര് മാറ്റി ഉഷ എന്നതാക്കിയതാണ്. മുമ്പ് വേറെ ഏതൊരു മുസ്ലിമയും ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് നടന്നത്. എന്തായാലും പിന്നീട് ഇതൊക്കെ കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഉഷ അന്നത്തെ സത്യാവസ്ഥയെ കുറിച്ച് ക്യാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഒന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഈ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന ഉഷ കോട്ടയം കുഞ്ഞച്ചന്റെ സെറ്റിൽ വെച്ചിട്ടല്ല ഈ പറയുന്ന സുരേഷ് ബാബുവിനെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ഇന്നസെന്റിനെ വെച്ചുകൊണ്ട് ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു, കഷണ്ടിക്ക് ഒരു മരുന്ന് എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ ഇന്നസെന്റിന്റെ മോളായിട്ട് അഭിനയിച്ചത് ഈ പറഞ്ഞ ഉഷയായിരുന്നു. അതിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഈ പറഞ്ഞ സുരേഷ് ബാബു. അവിടെ വെച്ചാണ് ഇവർ ആദ്യമായി കണ്ടുമുട്ടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സിനിമ റിലീസായില്ലേ. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന സുരേഷ് ബാബു ഈ പറയുന്ന കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമ ഞാൻ എടുക്കുന്നുണ്ട്, അതിൽ താങ്കൾ ഒന്ന് അഭിനയിക്കണം എന്നുള്ള രീതിയിൽ ഉഷയെ ക്ഷണിക്കുന്നത്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഉഷ എന്താക്കുന്നത്, സൂസൻ എന്ന് പറയുന്ന കഥാപാത്രം കോട്ടയം കുഞ്ഞച്ചൻ അവതരിപ്പിക്കുന്നത്. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ശരിക്കും ഇവർ പ്രണയത്തിലാവുന്നത്. അങ്ങനെ ആ സിനിമ കഴിഞ്ഞ് ഇവർ കുടുംബത്തിന് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് രണ്ടുപേരും വിവാഹം കഴിക്കുകയായിരുന്നു. അപ്പൊ ശരിക്കും അന്നേരമുള്ള തന്റെ പിതാവിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് ഉഷ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അവരെ വല്ലാതെ വിഷമിപ്പിച്ചതാണ്. അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ അവർ വളർത്തിയാലും ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അവരെ വല്ലാതെ ആ ഒരു ഇൻസിഡന്റിൽ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർക്ക് മാത്രമേ, അവര് മറ്റു കുടുംബങ്ങൾക്ക് ബന്ധുക്കളൊക്കെ ഒത്തിരി വേണ്ടാന്ന് പറഞ്ഞതിൽ അഭിനയിപ്പിക്കേണ്ട, ഡാൻസ് പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ അവര് കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുക ബാപ്പയായിരിക്കണം. ബാപ്പയും ഉമ്മച്ചി രണ്ടുപേരും സഹോദരന്മാരും. അവരും ചെറുതായിരുന്നു, പക്ഷെ എങ്കിലും അവർക്കും വിഷമമായിരുന്നു. ഓക്കെ, സ്വാഭാവികം. കാലഘട്ടം ഏതാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം. 1990 കാലഘട്ടമാണ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ മുസ്ലിം ഫാമിലിയിൽ നിന്നും ഒരാൾ സിനിമാ നടി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത് വലിയൊരു റിലീജിയസ് പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്നും സ്വന്തം മകളെ ഡാൻസ് പഠിപ്പിച്ചു, അഭിനയം പഠിപ്പിച്ചു, സിനിമയിലേക്ക് അയച്ചു അല്ലെ. പക്ഷെ അങ്ങനെ അയച്ചത് കാരണമായിട്ട് അവർക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? ആ സിനിമയിലെ ഡയറക്ടർ ആയിട്ടുള്ള അന്യമതസ്ഥനായിട്ടുള്ള മറ്റൊരാളുമായി പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അല്ലെ. സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം ഫാമിലിയിൽ ജീവിക്കുന്ന അന്നത്തെ പാരന്റ്സിന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എങ്ങനെ ഉൾക്കൊള്ളാനാവും? നിങ്ങൾ തന്നെ പറ. ഒരിക്കലും പറ്റത്തില്ല. എന്തായാലും അതിനുശേഷം തന്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് വന്നു എന്ന് പിന്നീട് ഉഷ തുറന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉഷ കത്തി കയറി നിൽക്കായിരുന്നു. ഏതൊക്കെ തമിഴ് സിനിമകളിലൊക്കെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ വരെ പാതി വയൽ ഉപേക്ഷിച്ച് കുടുംബിനിയായി ജീവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ നായകന്മാരുടെ ഒരു പതിവ് രീതിയാണത്. നന്നായി അഭിനയിക്കുക, നല്ല സിനിമകൾ ചെയ്യും, ഇങ്ങനെ കരിയറിൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിക്കും, പിന്നെ സിനിമ ഉപേക്ഷിച്ച് കുടുംബിനിയായിട്ട് ജീവിക്കും അല്ലെ. എത്രയോ ആൾക്കാർ അങ്ങനെയുണ്ട്. അതിപ്പോ ഏത് കൊമ്പത്തെ ഡയറക്ടറെ കിട്ടിയ ആൾക്കാരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിസി പ്രിയദർശൻ. ലിസി അറിയാം, അന്നത്തെ കാലത്ത് ഏറ്റവും മുൻനിര നായികയായിരുന്നു അല്ലെ. ഒരുവിധ എല്ലാ സിനിമകളും ലിസി നായികയായിട്ട് വരാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെ കരിയറിൽ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അന്നത്തെ ഏറ്റവും മികച്ച സംവിധായകനായിട്ടുള്ള പ്രിയദർശനെ കല്യാണം കഴിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. ലിസിനെ പിക്ചറിൽ ആരും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ്, എത്ര വലിയ സിനിമാക്കാരനാണെങ്കിലും എത്ര കൊമ്പത്തെ സിനിമാക്കാരനാണെങ്കിലും ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കണക്കാണെന്നുള്ളതാണ്. എനിവേ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതിലെവിടെയാണ് മമ്മൂട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളത് അല്ലെ. ഉണ്ട്. അതായത് ഈ പറയുന്ന ഉഷ ഈ സുരേഷ് ബാബുവുമായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് ഉഷയുടെ ഉപ്പ ആദ്യം വിളിച്ചത് മമ്മൂക്കയാണ്. എന്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ മമ്മൂക്ക തന്നാൽ കഴിയുന്ന വിധം രണ്ടുപേരും വിളിച്ചിരുത്തി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഉപദേശമൊന്നും അവർ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. രണ്ടുപേരും ഉറച്ചമട്ടായിരുന്നു. അങ്ങനെ അവർ മമ്മൂക്കയുടെ ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം മമ്മൂക്കയുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് മാറ്റം വന്നെന്ന് ഉഷ പറയുന്നുണ്ട്. നമ്മളെന്തായാലും കണ്ടോക്കാം. എന്നോട് സംസാരിക്കാറില്ലായിരുന്നു നമുക്ക് ആ സമയത്ത്. അല്ല, അത് കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെ മിണ്ടാറൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. പക്ഷെ അവര് അടുപ്പൊന്നും. പിന്നെ എന്നോട് പിന്നെ കുറെ പ്രാവശ്യം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യാതെ വരുമ്പോൾ പിന്നെ ഞാനും അങ്ങ് കാണുന്നത് അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ കാണുന്നത്.
ഓക്കെ, അതാണ് അതിനുശേഷം മമ്മൂക്ക മിണ്ടാറേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉഷ പറയുന്നത് അല്ലേ. അത് പിന്നെ മമ്മൂക്ക അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മമ്മൂക്ക അവരെ മൈൻഡ് ചെയ്യാനേ പോകത്തില്ല എന്നുള്ളതാണ്. അത് മമ്മൂക്കയുടെ ഒരു രീതിയാണ്. എന്തൊക്കെയാലും ഇതെല്ലാം കഴിഞ്ഞ് സുരേഷ് ബാബുമായിട്ടുള്ള വിവാഹബന്ധം അധികം നാൾ നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ പിരിഞ്ഞു. പിരിഞ്ഞതിന് ശേഷം എന്താക്കി, ഈ പറയുന്ന ഉഷ തന്നെ തന്റെ ഫാമിലി മേറ്റ് ആയിട്ടുള്ള തന്റെ ഫാമിലി സുഹൃത്തായിട്ടുള്ള നാസർ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു. അന്നേരം നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മിണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഉഷ പറഞ്ഞ് നമുക്കൊന്ന് കണ്ടോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞതിന് ശേഷം പുള്ളി പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനും മൈൻഡ് ചെയ്യാതെ നടന്നു പോകുമായിരുന്നു. നടന്നു പോകുമ്പോൾ എൻ്റെ കയ്യെ പിടിച്ചു പുള്ളി. പിടിച്ചിട്ട് പറഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ, ഞാൻ അറിയുന്നുണ്ടല്ലോ, നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര എന്നോട് പിന്നിൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ പുള്ളി. ആയിരിക്കും. അതെ 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 അതെ, അതത്രേ ഉള്ളൂ. അതുവരെ മിണ്ടാതെ നടന്നാണ്. രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ മിണ്ടി തുടങ്ങി എന്നുള്ളതാണ് അല്ലേ. ഉഷ ഇത് തുറന്നു പറഞ്ഞപ്പോൾ മമ്മൂക്കയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഉഷ തന്റെ രണ്ടാമത് വിവാഹം കഴിച്ചതിന് ശേഷം തനിക്ക് ജീവിതത്തിൽ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് ഉഷ പറയുന്നുണ്ട്. ഇതും കൂടി കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ല, ബാപ്പി മരിക്കുന്നതിനും 7 വർഷം മുമ്പ് കല്യാണം തീരുമാനിച്ചു വെച്ചതാണ്. അത് കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നത്. സുരേഷ് ബാബുവിന്റെ ഇഷ്യൂ കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. അപ്പൊ നാസുമായിട്ടുള്ള കല്യാണം ഞങ്ങളുടെ കല്യാണം 2011 അപ്പൊ 2011 7 വർഷം മുമ്പ് ബാപ്പി ഉള്ളപ്പോ ബാപ്പി ഭയങ്കര ഇഷ്ടമാണ് നാസിനെ. അങ്ങനെ അസീബിന്റെ അനീസിനെ കൂട്ടുകാരനാണല്ലോ. അങ്ങനെ വീട്ടിലൊക്കെ വരും. അപ്പൊ തീരുമാനിച്ചു വെച്ചാണ് കല്യാണം ഇവരെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട്. പക്ഷെ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ ബാപ്പിയുടെ മരിപ്പ് കഴിഞ്ഞപ്പം ആണ് കല്യാണം നടന്നത്. കാരണം നമുക്ക് വാപ്പി മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാനും ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് എനിക്കൊന്ന് മനസ്സിലായി. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. കുടുംബത്തിൽ നിന്ന് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കല്യാണ ആലോചന ഉമ്മിച്ചി പറഞ്ഞു, അങ്ങനെ നമുക്ക് കല്യാണം പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കല്യാണ ആലോചനകളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. എൻ്റെ ഈ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ച് വാപ്പി മരിച്ച സമയത്തൊക്കെ നാസ് ആലപ്പുഴയിൽ വരാറുണ്ട്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ പോകും. അപ്പം അതൊക്കെ എനിക്കറിയാം. അപ്പം അത് കല്യാണം നടക്കുന്നെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഹസീബൊക്കെ വേറെ ഗൾഫിൽ നിന്നും അമേരിക്ക വേറെ വലിയ വലിയ പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ല, എന്നെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, നാസിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ തോന്നും. അങ്ങനെ പെട്ടെന്ന് ഇനി ഞാനങ്ങനെ വാക്ക് മാറി കളയുമോ എന്നുള്ള 10-20 ദിവസം കൊണ്ട് അവര് കല്യാണം നടത്തി. തോന്നിയിരുന്നോ ഈ 16-17 വർഷം ഞാൻ വെറുതെ കളയണ്ടായിരുന്നു തോന്നിയപ്പോ ആ സമയം? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, അതാണ് നാസർ എന്ന് പറയുന്ന നല്ല മനുഷ്യനെ ഞാനിവിടെ സ്മരിച്ചു പോവാണ്. താൻ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി എത്ര വർഷമാണ് അയാൾ കാത്തുന്നത് അല്ലെ. അവസാനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പെണ്ണിനെ കിട്ടുന്നത്. ആ മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ശരിക്കും പറഞ്ഞ ഉഷയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അങ്ങ് കെട്ടിയാൽ മതിയായിരുന്നു നാസറിന് അല്ലെ. അത്രയും നല്ലൊരു അടിപൊളി ഭർത്താവാണ് നാസർ എന്ന് പിന്നീട് ഉഷ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ബാബുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം അത്ര ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇരുന്നില്ലേ മമ്മൂട്ടിയുടെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത്, വലിയ മഹാനടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു സ്വഭാവം, ഒരു ശരിക്കും ഒരു ചുടാപ്പി തന്നെ എന്നുള്ള രീതിയിൽ. മമ്മൂട്ടി ഇങ്ങനെ പിണങ്ങി നടന്നതിലൊന്നും എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. കാരണം മമ്മൂട്ടി ഒരു സിനിമാ നടനാണ്, അതല്ലാതെ വിപ്ലവ നായകനോ സോഷ്യൽ ആക്ടിവിസ്റ്റോ ഒന്നും അല്ല. പിന്നെ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് വിളമ്പുന്ന ആളും കൂടിയല്ല മമ്മൂക്ക. പേഴ്സണലി ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടാകും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. എത്ര നമ്മൾ വിപ്ലവം പ്രസംഗിച്ചാലും ഓരോ വ്യക്തി എന്താണോ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്നത് അത്യാവശ്യം റിലീജിയസ് ആയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന സിനിമാ നടിയായിട്ടുള്ള തെസ്നി ഖാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെസ്നി ഖാൻ അറിയാലോ, ഈ മിസ്റ്റർ മരുമകളിലൊക്കെ സൈഡ് റോൾ അഭിനയിച്ച ഒരു ആളാണ്. ഒരുപാട് സിനിമകൾ ഈ സൈഡ് റോൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മമ്മൂക്കയുമായി ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നിസ്കാരത്തിന് സമയം കഴിഞ്ഞാണെങ്കിൽ മമ്മൂക്ക നേരെ എന്താക്കും, ഷൂട്ടിംഗ് കഴിഞ്ഞ് നിസ്കരിക്കാൻ പോകും ക്യാരമലിൽ. എന്നിട്ട് ഞാൻ ആ സിനിമാ സെറ്റിൽ ഉണ്ടെങ്കിൽ എന്നോട് പറയും പോലും തെസ്നി നിസ്കരിച്ചു എന്നുള്ളത്. അതാവും നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ തെസ്നിയോടുള്ള മറുപടി, തെസ്നി നിസ്കാരമൊക്കെ കൃത്യമായിട്ട് നടക്കണം, അതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അത്രത്തോളം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മമ്മൂക്കയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ ബന്ധത്തെക്കാളും പേഴ്സണൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന വ്യക്തിയാണ് മമ്മൂക്ക. പക്ഷെ മോഹൻലാൽ നേരെ തിരിച്ചാണ്, പ്രൊഫഷണൽ ബന്ധങ്ങൾക്കാണ് വില കൊടുക്കുക. ഇപ്പൊ മമ്മൂക്ക പേഴ്സണൽ ഒരു വ്യക്തിയെ വെറുത്ത് കഴിഞ്ഞാണെങ്കിൽ പ്രൊഫഷണലിയും കൂടെ അയാൾ അകറ്റി നിർത്തും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മന്ത്രി ഗണേഷ് കുമാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മമ്മൂക്കയുമായി ഒരിക്കലും എന്തോ പ്രശ്നം ഉണ്ടായത് കാരണം പിന്നീട് ഇത്രയും കാലമായിട്ട് മമ്മൂക്ക എന്നോട് മിണ്ടിയിട്ടില്ല എന്നുള്ളത്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്നൊക്കെ. അതാണ് ശരിക്കും മമ്മൂക്ക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മമ്മൂക്ക ചെയ്തതില്ല ഒരിക്കലും എനിക്കൊരു ആശ്ചര്യവും തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ ഉള്ളിലുള്ള ചിന്താഗതി എന്താണെന്നുള്ള ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഇതേ ഉച്ച തന്നെ ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയിട്ട് മമ്മൂക്കയെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതെനിക്ക് എന്തോ ചെറിയൊരു അനിഷ്ടം മമ്മൂക്കയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. എവിടെയോ ഞാൻ വായിച്ചതാണ്,
മലയാളത്തിന്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു കമന്റ് ഞാൻ ഇങ്ങനെ കണ്ടു. അത് ഞാനും ഈ കമന്റിൽ വായിച്ചു. മമ്മൂക്കയുടെ അവസരമില്ല, മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എഴുതിയത്. പക്ഷെ ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചോദിക്കണ്ട, മമ്മൂക്കായും ഉണ്ട് അവിടെ, ജനറൽ ബോഡിക്ക് എല്ലാവരും ഉണ്ടാവും, വേണ്ട ചോദിക്കേണ്ട. എനിക്കതിൽ സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം. കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവൻ വിചാരിച്ചാലേ എനിക്ക് എന്തും കിട്ടൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതാണ് മമ്മൂക്ക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. സ്വന്തം പേഴ്സണൽ താല്പര്യത്തിനനുസരിച്ച്, ഈഗോക്ക് അനുസരിച്ചിട്ട് ഒരാളുടെ കരിയർ നശിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ, മിണ്ടാതായതും പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് മിണ്ടിയതിലൊന്നും എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ ഉഷ പറഞ്ഞതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ലാസ്റ്റ് പറഞ്ഞത് സത്യമാണ് എങ്കിൽ ഇത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.